ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ കുടുംബ വീട്ടിൽ പോകാം. ഇന്ന് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോഴത്തേന് ഇറങ്ങി എല്ലാവരും. അവിടെ 7-ാം മാസം വിളിച്ചുകൊണ്ട് വന്നൊരു ചടങ്ങുണ്ട്. പെണ്ണിക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ 7-ാം മാസം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നൊരു ചടങ്ങുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാം. അവിടെ എത്തിയപ്പോഴത്തേന് ഇച്ചുവിനെ കണ്ട ഓരോരോ ബഹളങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചുമായിട്ട് അടിയും ബഹളമൊക്കെയാണ്. ഇച്ചുവിനെ എല്ലാവരും കൂടെ ഒന്ന് കളിയാക്കാൻ നോക്കുന്നതും സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പാത്തൂന് കൊടുക്കോ? ഇങ്ങോട്ട് നോക്ക്. പാത്തൂന് കൊടുക്കുവോ? പാത്തൂന്ന് പറഞ്ഞാ കൊണ്ടുവന്നത് അവിടുന്ന്. ആണ്ടമ്മ വീഴല്ലേ, ചെരുപ്പ് ഒരു തട്ടെ ഉമ്മി. ഓ, എന്തോ അമ്മ ഇച്ചൂന് വെള്ളം കൊടുക്കാനേ? എന്താ കുടി. ഇച്ചു വാവേ പുറത്തു വരുമ്പോ തരാം. അമ്മ നമുക്ക് കളിക്കാൻ. ഇച്ചു എന്തൊക്കെ കളി കളിക്കും വാവയുടെ? ഞാൻ അമ്മ ചോദിക്കട്ടെ. പറഞ്ഞേ, വാവയുടെ എന്തൊക്കെ കളിക്കും? മീനോ? വാവയ്ക്ക് മുട്ടായി കൊടുക്കോ നീ? ആഹാ, പിന്നെന്തിനാ അഞ്ഞു വാ ചോദിക്കട്ടെ. ആ, ഇയാള് മുട്ടായി ഒന്നും കൊടുത്തില്ലേ, പിന്നെന്തിനാ വാവേ തരുന്നേ? നീ നോക്കിയാലല്ലേ വാവേ തരൂ, നല്ല പോലെ നോക്കിയാലല്ലേ തരത്തുള്ളൂ. ഇനി വാ അമ്മ ചോദിക്കട്ടെ. ഇനി വന്നേ. ഇവിടെ വാവയ്ക്ക് ഒരാൾ ഇരുത്ത് കൈ നീട്ടിയിരിക്കുന്നു. അയ്യോ, എന്താ വേണ? വാവയെ തരുന്നില്ലേ താത്തി? വാവ പുറത്ത് വരട്ടെ, വന്നിട്ട് തരുമല്ലോ. ഇച്ചുവിന് കളിക്കാലോ. നീ മുട്ടായി കൊടുക്കുവോ? പിന്നെ ഞാനാ തരത്തില്ല. മുട്ടായി കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ? ദോശ കൊടുക്കോ? ദോശ ഒന്നും കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ? ഇനി വാ. ഞാൻ ഇച്ചിനോട് പറഞ്ഞു, വാവയുണ്ടോടാ വയറ്റില്, താത്തിയുടെ വയറ്റില് വാവയുണ്ട്. പിന്നെ അതിന് ശേഷമാണ് വാവയെത്താന്നും പറഞ്ഞ് കൈയും പിടിച്ച് ഇങ്ങനെ നടത്തിയായിരുന്നു. വാവയെ കളിക്കാം, വീട്ടിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിറകെ നടത്തിയായിരുന്നു. കളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും ചാട്ടവും ഒക്കെ ആയിരുന്നു. പരസ്പരം അടി കൂടാതെ നോക്കണം. എന്ത് പാടായിരുന്നാണ്. ജനലിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു ഇറക്കുക. ഇല്ല, വീട്ടിൽ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇവർ പുറത്തിറങ്ങി ഇവരൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഭയങ്കരമായിരുന്നു. കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതിൻ്റെതായ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയായി നടന്നുകൊണ്ടിരിക്കുന്നത്.